ഡെലിഗേറ്റ് സെഷനിൽ അവിടെ വന്ന് സംസാരിക്കാനുള്ള അവസരങ്ങൾ വളരെ കുറഞ്ഞിരിക്കുന്നു എന്ന് ഉള്ള കംപ്ലൈന്റുകൾ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നിപ്പോൾ അവസരം തന്നെയാണ്, ഒരു 10 മിനിറ്റ് നേരത്തേക്കുള്ള അവസരം ഉണ്ടാവും. ഡെലിഗേറ്റ് സെഷനിൽ ഡെലിഗേറ്റ് ചെയ്ത് സംസാരിക്കാൻ വേണ്ടി, അതായത് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജനറൽ സെക്രട്ടറി, ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി, അതുപോലെ ബഹുമാനപ്പെട്ട സംസ്ഥാന ട്രഷറർ ഇവിടെ കണക്ക് അവതരിപ്പിച്ചു, അക്കൗണ്ട്സ് അവതരിപ്പിച്ചു, അതുപോലെ ബഹുമാനപ്പെട്ട ചീഫ് എഡിറ്റർ ഡോക്ടർ ബോബൻ ഇവിടെ ഹോമിയോപ്പതി സർവീസിന്റെയും റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ചർച്ചയാണ് നടന്നിരിക്കുന്നത്. ഡോക്ടർ അഗസ്റ്റിൻ മാത്രമാണ് വന്നിരിക്കുന്നത്. നാളെ ഒരു കംപ്ലൈന്റ് പറയരുത്, ഇതിന് അവസരങ്ങൾ കിട്ടിയിരുന്നില്ല എന്ന് പറയരുത്, കിട്ടിയില്ല എന്ന് പറയരുത്. പ്ലീസ് ഒരു 10 minutes ടൈം. നമ്മൾ അങ്ങനെ ഒരു സജഷൻ, ഒരു നിർദ്ദേശം അല്ലെങ്കിൽ വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഗവൺമെന്റ് അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല. കാരണം ഗവൺമെന്റ് യാതൊരു ബാധ്യതയോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാകാത്ത ഒരു പ്രശ്നം എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന്, നമ്മൾ പ്രോജക്റ്റുകളെ സംബന്ധിച്ചൊക്കെ ഒരുപാട് പറഞ്ഞു. ഇപ്പം ശരിക്കും അടുത്ത പഞ്ചവത്സര പദ്ധതികളൊക്കെ സംബന്ധിച്ച് പ്രോജക്റ്റുകളുടെ രൂപീകരണമൊക്കെ ഒരു വർഷത്തിൽ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. നമുക്കറിയാം കോടിക്കണക്കിന് രൂപയാണ് ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ ലഭ്യമായിരിക്കുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഓരോ വർഷവും പ്രോജക്റ്റ് തയ്യാറാക്കുക എന്ന് പറയുന്നത് ആകപ്പാടെ ഉള്ളത് ഇൻഡന്റ് തയ്യാറാക്കുക, അതിന് മരുന്ന് വാങ്ങുക. ഓരോ വർഷവും എമൗണ്ടിന് മാത്രം വ്യത്യാസം വരും. ഈ വർഷം 25,000 ആണെങ്കിൽ അടുത്ത വർഷം നമ്മൾ അതേ പലതിനെ എടുക്കും, അത് 35,000 ആക്കും, അല്ലെങ്കിൽ 40,000 ആയിരിക്കും, ചിലപ്പോൾ കുറയ്ക്കും. ഇതിനപ്പുറത്തേക്ക് ഇതുകൊണ്ട് എന്ത് ചെയ്യാം, ഈ കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം എന്ന കാര്യത്തെക്കുറിച്ച് യാതൊരു ധാരണയും നമ്മുടെ ഓഫീസർമാർക്കില്ല എന്നുള്ളതാണ് ഒരു സത്യം. അസോസിയേഷന് തീർച്ചയായിട്ടും അത് ഈ പ്രോജക്ട് ഉണ്ടാക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ശരിക്കും പറഞ്ഞ അസോസിയേഷന് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ പ്ലാനോ ഫ്യൂച്ചർ പദ്ധതികളോ തയ്യാറാക്കുന്ന കാര്യത്തില് കാര്യമായ ഒരു റോള് വഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഒരു പ്രോഗ്രാമിനെ നമ്മൾ വിലയിരുത്തുമ്പോൾ അല്ലെങ്കിൽ വിമർശിക്കുമ്പോൾ പകരം എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഇതിനേക്കാൾ ബെറ്ററായ ഒരു കാര്യം ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കാനായിട്ട് തീർച്ചയായിട്ടും അസോസിയേഷന് കഴിയണം. 10 മിനിറ്റ് എന്നുള്ളത് 8 മിനിറ്റ് ആയിരിക്കുകയാണ്. അല്ല, ഇന്നലെ ഇതുപോലെ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു. സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗിൽ ഇതുപോലെ കൗണ്ട് ഡൗൺ ഉണ്ടായിരുന്നു. യെസ്, അല്ല അതിനൊരു അവസരമാണ്. 5 മിനിറ്റ്. എനിക്കൊരു അഭിപ്രായം പറയാനുള്ളത്, ഓൾഡ് കേസും ക്ലാസിഫൈ ചെയ്ത് നമ്മുടെ രജിസ്റ്റർ മേശപ്പുറത്ത് സൂക്ഷിക്കണമെന്ന് ഞാൻ എനിക്ക് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അത് പാടാൻ നമ്മൾ ഒരുപാട് അപ്പോൾ നമ്മുടെ ഓൾഡ് കേസ് ക്ലാസിഫൈ ചെയ്ത് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഞങ്ങളുടെ നിയമം നിർദ്ദേശിക്കുന്നു. അപ്പം നമ്മുടെ ഒരുപാട് ജോലിഭാരങ്ങളിലായി ഈ ഓൾഡ് കേസും കൂടി ഒന്ന് ക്ലാസിഫൈ ചെയ്യുന്നതിന് പ്രയാസം തോന്നുന്നു. മറ്റുള്ള ഡിസ്ട്രിക്റ്റിൽ അങ്ങനെ കമ്പൽസറി ആയിട്ട് പറയുന്നില്ല. അതിന് ഒരു ഓൾട്ടറേഷൻ വരുത്തണം. നമ്മൾ മന്ത്ലി സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതാണ് അത് ക്ലാസിഫൈ ചെയ്താറുള്ളത് 3 കേസുകൾ. വളരെ ലിമിറ്റഡ് ടൈമാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി പ്രവേശിക്കുന്നു. അത് കേസിന്റെ സമ്മേളനമാണ് അദ്ദേഹം വരാനുള്ളത്. ഉച്ച കഴിഞ്ഞോടെ ഗണേഷ് സാറിന് എത്തുമെന്ന് അറിയിച്ചിരുന്നു. രാവിലെ വളരെ അപ്രതീക്ഷിതമായിട്ടൊരു സംഭവം ഉണ്ടായി. 14 നിയോജകമണ്ഡലം മാലൂർ പട്ടായ ഇടവകകളിലെ ഒരു പടക്ക നിർമ്മാണശാല പൊട്ടിത്തെറിച്ച് 4 പേര് മരിക്കുകയും 7-8ഓളം പേര് ഗുരുതരമായ ആശുപത്രിയിൽ കിടക്കുകയാണ്. അപ്പൊ ആ ഒരു കാര്യം കൊണ്ട് വരത്തിലാൽ ധരിച്ചു. പക്ഷെ ഇപ്പോൾ വിളിച്ചു പറഞ്ഞിട്ട് 4 മണിക്ക് വിളിച്ചോട് ഉറങ്ങും, 4:45 എത്തും. എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് പോകാവുന്ന പ്രശ്നം. കുറെ പേർക്കെങ്കിലും അറിയാമായിരിക്കും, ഞാനൊരു പ്രത്യേക സാഹചര്യത്തിൽ കൂടെ കടന്നു വന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ അനുഭവം മുഴുവനായിട്ടും എനിക്കും അറിയുന്നത് കൊണ്ട് തന്നെ ഞാൻ പറയാം. നമ്മളൊരു അസോസിയേഷന് അന്നേ ഞാനൊന്ന് പറഞ്ഞിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ 3 വർഷം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മാറിയതുകൊണ്ടാണ് എനിക്ക് പിന്നെ ചെയ്യാൻ പറ്റാത്തത്. നമ്മളൊരു ഗ്രൂപ്പ് ഇൻഷുറൻസ്, മെഡിക്കൽ ഗ്രൂപ്പ് ഇൻഷുറൻസ് നിർബന്ധമായും നമ്മൾ നടപ്പിലാക്കണം. കാരണം അങ്ങനെയാകുമ്പോൾ പ്രീമിയം വളരെ കുറവായിരിക്കും. ഞാനിതിന്റെ റീസൺ പറയാനെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ അവരെപ്പോഴും മെഡിക്കൽ ചെക്കപ്പ് ചെയ്യും. അപ്പൊ നമുക്കും ഫാമിലിക്കും വല്ല അസുഖവും നേരത്തെ വന്ന ആളാണെങ്കിൽ ഈ മെഡിക്കൽ ചെക്കപ്പിൽ നമ്മൾ എക്സ്പെക്ട് പോകും. ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് ആണെങ്കിൽ ചെറിയ ഒരു പ്രീമിയത്തിൽ നമുക്ക് നമ്മളെ ഫാമിലിക്കും വേണ്ടി ഒരു മെഡിക്കൽ ഇൻഷുറൻസ് നമുക്ക് നടപ്പിലാക്കാൻ പറ്റും. ഈ ഒരു ഇത് വളരെ സീരിയസ് ആയിട്ട് തന്നെ
ചിന്തിക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം അസുഖം വന്നു കഴിഞ്ഞിട്ട് നമ്മള് ഫണ്ട് തിരിച്ചു കൊടുക്കുന്നതിനേക്കാളും ഒരു സുഖമുള്ള ഏർപ്പാട് നമുക്കത് കിട്ടാനുള്ള അർഹതയുള്ള ഒരു സാധനം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇത് വളരെ സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ ഓരോ അംഗങ്ങളും അതിൽ ആലോചിക്കണം. അത് ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനിയായിട്ട് ഒരു ചിന്തിച്ചിട്ട് അത് എന്റെ അഭിപ്രായത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് ചെയ്യാം. ഗ്രൂപ്പ് ഫാമിലി മെഡിക്കൽ ഇൻഷുറൻസ് ഒരു ചെറിയ പ്രീമിയം വരുള്ളൂ. എല്ലാ വർഷവും നമുക്കത് റിന്യൂ ചെയ്യേണ്ടി വരും. ബട്ട് സ്റ്റിൽ ആ റിന്യൂ നമുക്ക് ടാക്സിന്റെ ഡിഡക്ഷനില് അത് നമുക്കൊരു പിഴിച്ചു കിട്ടും. ഇതൊന്ന് ബഹുമാനപ്പെട്ട അസോസിയേഷന്റെ പരിഗണനയിൽ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഡോക്ടർ മണിയമ്മ ഇടുക്കി ജില്ലയിലെ പുറപ്പള്ളിയിൽ ജോലി ചെയ്യുന്നു. അപ്പൊ എന്റെ ഏറ്റവും പ്രധാന പ്രശ്നം ഈ സ്റ്റാഫാലയം ഏകീകരണം എന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ ഇപ്പൊ ഇത്രയും കാലമായിട്ട് പരിഹരിക്കാത്തതുകൊണ്ട് സത്യം പറഞ്ഞാൽ 5 ദിവസമായിട്ട് ഞാൻ തന്നെ എന്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ അസോസിയേഷൻ തീർച്ചയായിട്ടും ശക്തമായിട്ട് ഇടപെടണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പ്രോജക്ട് തയ്യാറാക്കണം എന്ന് പറയും. അതുപോലെ നമുക്ക് ആവശ്യത്തിന് സ്റ്റാഫിനെയോ ഡോക്ടർമാരുടെ സൗകര്യമോ അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് ഡോക്ടേഴ്സിനെയോ പ്രധാനം ചെയ്തില്ലെങ്കിൽ ഈ കാര്യങ്ങൾ നടത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഡോക്ടർ ഗോപിന് പറഞ്ഞ ഒരു പ്രശ്നം ഞങ്ങളുടെ ഡിഗ്രിയിലെ ശക്തമായിട്ട് DMO പറഞ്ഞതാണ്. ഓൾഡ് കേസസും ന്യൂ കേസസും ഡിഫറൻഷ്യൽ ഡയഗ്നോസ് ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യണമെന്ന്. അപ്പൊ ഈ കാര്യങ്ങൾക്കും ബാക്കിയുള്ള ജില്ലകളിലെല്ലാം ഇതുപോലെ പറഞ്ഞിട്ടുണ്ടോ, ഞങ്ങളത് നടപ്പിലാക്കണമെന്നും കൂടെ അറിയിക്കും. ഇതേ പറഞ്ഞ പ്രശ്നത്തിൽ തന്നെ 6 മാസമായി വിഷമിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്റെ സ്ഥാപനത്തിൽ ഞാനും ടീച്ചേഴ്സും മാത്രമാണ്. കൊല്ലം ജില്ലയിൽ ഫാർമസിസ്റ്റിന്റെ വേക്കൻസി കുറെ ഉണ്ട്. ഒന്നുകിൽ അറ്റൻഡർ പ്രൊമോഷൻ നടത്താനുള്ള UCP കോഴ്സ് പാസ്സായ അറ്റൻഡർമാര് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുണ്ട്. അവരെ പ്രൊമോട്ട് ചെയ്യണം. ഞാൻ 6 മാസമായി ഒറ്റയ്ക്ക് വിഷമിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇത് അസോസിയേഷൻ അടിയന്തരമായി ഇടപെടണം. അതില് ഇത്രയെങ്കിലും ഈ ചർച്ചയിൽ ഇടപെട്ട് സംസാരിച്ചതിന് നിങ്ങൾക്ക് പ്രത്യേകം നന്ദി. പല വിഷയങ്ങളും നമ്മുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല, എങ്കിൽ കൂടി ഇക്കാര്യത്തിൽ നാം ഇടപെടലിനെ പറ്റി ഞാനിവിടെ സൂചിപ്പിക്കാം. ഡോക്ടർ അഗസ്റ്റിൻ പറഞ്ഞ ഒരു കാര്യം കോർഡിനേഷൻ ഇല്ലാതെ പ്രവർത്തിക്കുന്നു എന്നാണ്. അത് തികച്ചും ശരിയായ കാര്യമല്ല. കാരണം ഈ ഇത്രയും വലിയ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ പ്രവർത്തനം കാഴ്ചവെക്കുമ്പോൾ ഓരോ സമയത്തും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കനുസരിച്ച് സംഘടന കോർ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും തീരുമാനിക്കുന്നതിനനുസരിച്ചാണ് സംസ്ഥാന കമ്മിറ്റി പ്രവർത്തിച്ചത്. അതിന് യാതൊരു സംശയമില്ല. പിന്നെ ഫോളോ അപ്പിന്റെ കാര്യത്തിൽ ആവശ്യം പറഞ്ഞു. ഫോളോ അപ്പ് എന്ന് പറയുന്നത്, ഞാൻ കണ്ണൂരാണ് വർക്ക് ചെയ്യുന്നത്, ഇതിനൊരു സംഘടിതമായ രൂപം നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന് ജില്ലകൾക്ക് അതീതമായി അല്ലെങ്കിൽ നേതാക്കൾക്ക് അതീതമായി എല്ലാ മെമ്പർമാരും സജീവമായി രംഗത്ത് വന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ. കാരണം ഒരു ഫയല് ഫോളോ ചെയ്യാൻ സെക്രട്ടേറിയറ്റിലാണ് ഫോളോ നടക്കുന്നത്. നമ്മുടെ ഡയറക്ടറേറ്റിൽ നിന്നും വളരെ സമ്മർദ്ദം ചെലുത്തിയ ഒരു ഫയല്, ഇപ്പോൾ സമരപരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഫയല് ആദ്യം നമ്മുടെ പല മെമ്പർമാരുടെയും സഹായത്തോടുകൂടിയാണ് പല ഉന്നതരായ ആൾക്കാരെ കൊണ്ടും വിളിപ്പിച്ചിട്ടാണ് ഡയറക്ടറേറ്റിൽ നിന്നും അങ്ങനെ ഫയല് മുന്നോട്ട് പോയത്. എന്നിട്ട് തന്നെ അതിലുള്ള ചില സംശയങ്ങൾ കാരണം അത് തിരിച്ചു വരികയും പിന്നെയും നമ്മളത് കളക്ട് ചെയ്ത് വീണ്ടും അയക്കുകയും ചെയ്തു. അപ്പോഴത്തെ ഓരോ സ്റ്റേജിലും നാം അതിന് പുറകെ പോകണം. അതിന് ഏറ്റവും പ്രധാനമായി വേണ്ടത് തിരുവനന്തപുരത്ത് നമുക്ക് ശക്തമായ ഒരു പ്രവർത്തന ശൃംഖലയാണ്. ആ ശൃംഖല സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ തിരുവനന്തപുരത്തുള്ള ഡോക്ടർമാർക്ക് ഡ്യൂട്ടി കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവിടെ സെക്രട്ടറികൾ കയറിയാകാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേയൊക്കെ പരിഹാരമുണ്ട്. ട്രിവാൻഡ്രത്ത് ഡോക്ടർ സുദർശനും അതുപോലെ തന്നെ നരേന്ദ്രൻ ഡോക്ടറൊക്കെ ഉള്ള സമയത്ത് അവരിതിന്റെ പുറകെ കുറെ നടന്നു. ഇപ്പൊ ഡോക്ടർ വിജയകുമാർ കുറെ നടക്കുന്നുണ്ട്. നമ്മൾ വിളിച്ചാൽ ടെസ്റ്റൊക്കെ വരും, രഘുരാജ് വരും, മെയിൽ മെമ്പേഴ്സ് കുറവാണ്. ഇത്രയും കൊണ്ട് അത് എല്ലാ ദിവസവും സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കും പ്രസിഡന്റിനും ഒക്കെ നിങ്ങൾക്കുള്ള ലീവ് സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ. 20 ക്യാഷ് ലീവും അതുപോലെ തന്നെ 24 മറ്റ് CO സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ ലീവുകളെല്ലാം തന്നെ ഇതൊരു പരിധിക്കുന്നതല്ല, ബഹുഭൂരിപക്ഷവും സംഘടനാ പ്രവർത്തനത്തിന്റെ ആവശ്യങ്ങൾക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഡയറക്ടർ ചടങ്ങിൽ പറഞ്ഞു, എന്നെ മിക്കവാറും ഇവിടെ കാണുന്നുണ്ട്. ഈ പറഞ്ഞ കാരണത്തിൽ പലപ്പോഴും നമ്മുടെ ആ പ്രവർത്തനത്തിന് നമുക്ക് തിരുവനന്തപുരത്ത് കാര്യമായ പ്രവർത്തന ശൃംഖല സൃഷ്ടിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണൂ. ഈ നമ്മൾ ഉന്നയിച്ച വിഷയങ്ങൾക്കെല്ലാം തന്നെ
സമയം കിട്ടുന്നതനുസരിച്ച് സെക്രട്ടേറിയറ്റിൽ ഒരു 3 മണിയാണ് സന്ദർശന സമയം. നമ്മൾ പല സ്വാധീനങ്ങളും ഉപയോഗിച്ച് രാവിലെ 10 മണിക്ക് തന്നെ അതിനകത്ത് കയറും. എന്നാലും 5 മണിക്ക് പുറത്തിറങ്ങുമ്പോൾ പല സെക്ഷനിൽ ചെല്ലുമ്പോൾ നമുക്കറിയാം ആളുകൾ ഉണ്ടാവില്ല. ഹെൽത്ത് സെക്രട്ടറി നമ്മുടെ റിപ്പോർട്ടിന്റെ കാര്യം പറഞ്ഞു. ഹെൽത്ത് സെക്രട്ടറി നമ്മൾ 3 ദിവസം ഉണ്ടാവില്ല. ഹെൽത്ത് സെക്രട്ടറി അപ്പോയിന്റ്മെന്റ് തരത്തില്ല. ഇങ്ങനെയൊക്കെ പല ദിവസങ്ങൾ പോയിട്ടാണ് 3 പ്രാവശ്യം സെക്രട്ടറിയെ കാണാൻ പറ്റിയത്. പല ദിവസങ്ങളിൽ ഞങ്ങൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോ ഈ കാര്യങ്ങൾക്ക് എല്ലാ മെമ്പർമാരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നടത്താൻ കഴിയൂ. അതുപോലെ തന്നെ കുറെ ലക്ഷ്യങ്ങൾ വെച്ച് പ്രവർത്തിക്കണമെന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന വിഷയങ്ങൾക്ക് സംഘടന പ്രതികരിച്ചാൽ മതിയാവും. നമ്മുടെ ടാർഗറ്റ് കഴിഞ്ഞ 2 വർഷത്തെ പ്രധാന ടാർഗറ്റ് എന്ന് പറയുന്നത് ശമ്പള പരിഷ്കരണ അപാകതകളും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള അനോമലികളുമായിരുന്നു. പല പ്രാവശ്യം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നിവേദനം നൽകുകയും മന്ത്രിയുമായി 2 പ്രാവശ്യം ചർച്ച നടത്തുകയും ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിലുള്ള ഫോളോ അപ്പുകളെല്ലാം തന്നെ പരമാവധി നടത്തിയിട്ടുണ്ട്. ഒരു വീഴ്ചയും അത് വരുത്തിയിട്ടില്ല. പക്ഷേ ഇതിനൊക്കെ ഒരു എൻഡ് റിസൾട്ട് ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഗോളടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. അത് ഇനി വരുന്ന വർഷങ്ങളിൽ തീർച്ചയായും ഉണ്ടാകുമെന്നാണ് ഈ